സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് മരണങ്ങൾ കണ്ടവരാണ് മലയാളികൾ. ഉത്രയും വിസ്മയയും കേരളക്കരയെ ഒന്നാകെ വേദനിപ്പിച്ചു കടന്നുപോയതാണ്. എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്നാണ് കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദനം ആരംഭിച്ചതെന്നും ഭർത്താവ് അമിത ലഹരിയായിരുന്നുവെന്നും പന്തീരങ്കാവിൽ ക്രൂരതയ്ക്കിരയായ യുവതി പറയുന്നു. തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും കോഴിക്കോട് നവവധു വെളിപ്പെടുത്തി. 150 പവനും കാറും കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങിയതെന്നും മദ്യമായിരുന്നില്ല മറ്റെന്തോ ലഹരി വസ്തുവാണെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നീട് വീട്ടിലെത്തിയപ്പോഴേക്കും തർക്കം തുടർന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. വീടിന്റെ മുകളിലെ മുറിയിൽ വെച്ചായിരുന്നു മർദ്ദനം. ആദ്യം കരണത്തടിച്ചു, പിന്നീട് മുഷ്ടി കൊണ്ട് തലക്കടിച്ചു, നെറ്റിയിലും ഇടിച്ചു. മൊബൈൽ ചാർജിന്റെ കേബിൾ വെച്ച് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. 2-3 തവണ കൊല്ലാൻ ശ്രമിച്ചു. ശബ്ദം കേട്ടിട്ടും വീട്ടിലുണ്ടായിരുന്നവർ ഇടപെട്ടില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും കള്ളം പറഞ്ഞു. തനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് സംഭവം. സ്ത്രീധനത്തിന്റെ പേരിലാണ് പെൺകുട്ടി അതിക്രൂര മർദ്ദനത്തിന് വിധേയായത്. കല്യാണം കഴിഞ്ഞ ശേഷം ഫോൺ അധികം ഉപയോഗിക്കാൻ നൽകിയില്ല. വിരുന്നു സൽക്കാരത്തിന് വീട്ടുകാർ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. മുഖം കണ്ടിട്ട് വീട്ടുകാർ കാര്യം ചോദിച്ചു. ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റിയതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ സംശയം തോന്നി വീണ്ടും ചോദിച്ചപ്പോഴാണ് മർദ്ദനമേറ്റ കാര്യം പറഞ്ഞത്. പിന്നീട് തന്റെ വീട്ടുകാർക്കൊപ്പം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച ശേഷം നേരെ പോലീസിൽ പരാതി നൽകി. എന്നാൽ കേബിൾ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചത് പോലീസ് FIR വന്നിട്ടില്ല. പോലീസിൽ എത്തുന്നതിന് മുൻപ് അവിടെ രാഹുലും സുഹൃത്തുക്കളും എത്തിയിരുന്നു. അവിടെ ചെന്നപ്പോൾ പോലീസുകാരൻ രാഹുലിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. അതിനാൽ തന്നെ പന്തീരങ്കാവ് പോലീസിൽ നിന്ന് അനുകൂല സമീപനമായിരുന്നില്ല. കൊല്ലുമെന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും വധശ്രമത്തിന് കേസെടുക്കണമെന്നും യുവതി പറയുന്നു. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നീതി കാക്കുകയാണ് പെൺകുട്ടി.